ദൈവം ഇടപെടുന്ന ഓരോ സംഭവങ്ങളിലും ഓരോ വിഷയങ്ങളിലും, അതേപോലെ ദൈവം തിരഞ്ഞെടുത്ത ഓരോ വ്യക്തികളിലൂടെയുമുള്ള തൻ്റെ പദ്ധതികളിലുമൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ പൂർണ്ണത ബൈബിളിൽ ആദിയോടന്തം കാണുവാനായി കഴിയുന്ന ഒന്നാണ്. അതിൽ പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ കാണുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്. ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം ആ ക്രിസ്തുവിനോടൊപ്പം തൻ്റെ സൃഷ്ടിയെ ചെയ്ത് പൂർത്തീകരിച്ചുവെന്ന് ബൈബിൾ പറയുന്നു. എബ്രായർ 1:2 ദൈവം ക്രിസ്തു മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തു മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടുവെന്നും സകലവും ക്രിസ്തുവിനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്നും കൊലോസ്യർ 1:16 ക്രിസ്തു മുഖാന്തരം സകലവും ഉളവായി എന്നും ഉളവായതൊന്നും ക്രിസ്തുവിനെ കൂടാതെ ഉളവായതല്ല എന്നും യോഹന്നാൻ 1:3 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ തനിക്കിഷ്ടമുള്ള വിധത്തിൽ, നല്ലതെന്ന് തോന്നുന്ന വിധത്തിൽ ക്രിസ്തു മുഖാന്തരം തൻ്റെ ആ സൃഷ്ടിയെ ചെയ്ത് പൂർത്തീകരിച്ച് അതിൽ നിവർത്തനായി തീർന്ന ഒരു ദൈവത്തെ ഉൽപ്പത്തി 2:2 കാണുവാനായി കഴിയും. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ മോശ മുഖാന്തരം പൂർണ്ണമായും വിടുവിച്ച ദൈവം തൻ്റെ സൃഷ്ടികർമ്മത്തിൽ ആരാണോ കൂടെ ഉണ്ടായിരുന്നത് ആ ക്രിസ്തു മുഖാന്തരം, ആ ക്രിസ്തുവിലൂടെ, ആ ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപ് ഭൂമിയിൽ തൻ്റെ ഇഷ്ടങ്ങളിൽ ചിലത് ചെയ്തു പൂർത്തീകരിക്കുന്നതായി ബൈബിളിൽ കാണുവാനായി കഴിയും. അതിലൊന്ന് ക്രിസ്തുവിൻ്റെ നന്മ പ്രവൃത്തികളും അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളുമാണ്. അത് ക്രിസ്തു നന്നായി ചെയ്തുവെന്ന ക്രിസ്തുവിൻ്റെ മഹിമ കണ്ടവർ മർക്കോസ് 7:37 സാക്ഷിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന് പ്രധാനമായും യോഹന്നാൻ 19:30 സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് സകല മാനവകുലത്തിൻ്റെയും രക്ഷയ്ക്കുള്ള ആ സ്വർഗീയ പ്രവേശനത്തിനായുള്ള യാഗം ക്രിസ്തു ക്രൂശിൽ പൂർണ്ണമായി നിർവഹിക്കുകയും ചെയ്തതാണ്. യോഹന്നാൻ 6:38 ഞാൻ പിതാവിൻ്റെ ഇഷ്ടത്തെ ചെയ്യുവാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതെന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെയും ആ പിതാവായ ദൈവത്തിൻ്റെയും മേൽ പറയപ്പെട്ട പ്രവർത്തികളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അവരുടെ ഏത് പ്രവർത്തികൾക്കും ഒരു പൂർണ്ണതയുണ്ട് എന്നുള്ളതാണ്, ഒരു തികവുണ്ട് എന്നുള്ളതാണ്. അത് വിശ്വാസികൾക്ക് നൽകപ്പെട്ട പ്രത്യാശയുടെ വചനങ്ങളായ ഫിലിപ്പിയർ 1:4 എബ്രായർ 12:2 കുറച്ചുകൂടെ വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്തു ക്രൂശിൽ പൂർത്തീകരിച്ച യാഗത്തിലൂടെയുള്ള മാനവകുലത്തിൻ്റെ രക്ഷയുടെ പൂർത്തീകരണം സംഭവിക്കുന്നത് ക്രിസ്തുവിൻ്റെ വീണ്ടുമുള്ള വരവിലാണ്. ക്രിസ്തുവിനെ പിതാവായ ദൈവം വീണ്ടും അയച്ചിട്ടാണ് എന്ന് ബൈബിളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒന്നാണ്. പരിശോധിക്കപ്പെടുന്ന രക്ഷാചിന്തയിലേക്ക് വരുമ്പോൾ ഈ രക്ഷാചിന്ത ക്രിസ്തു ക്രൂശിൽ പൂർത്തീകരിച്ച യാഗത്തെ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ രക്ഷാചിന്തയിൽ ക്രിസ്തുവിൻ്റെ വരവിലുള്ള രക്ഷയുടെ പൂർത്തീകരണം കുറച്ചു പേർക്ക് മാത്രമേ സംഭവിക്കുന്നുള്ളൂ, കുറച്ച് മാനവകുലത്തിന് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സകല മാനവകുലവും സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നുള്ള തൻ്റെ ഇഷ്ടത്തെ ചെയ്ത് പൂർത്തീകരിക്കാതെ, തൻ്റെ ആ രക്ഷാപ്രവൃത്തിയെ പൂർത്തീകരിക്കാതെ മനുഷ്യൻ ചെയ്യുന്നത് പോലെ പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ഒരു ദൈവത്തെ ഈ രക്ഷാചിന്തയിൽ കാണുവാനായിട്ട് കഴിയും. മറ്റൊന്ന്, ദൈവം ക്രിസ്തുവിലൂടെ ചെയ്ത പാപപരിഹാര പ്രവൃത്തിക്ക്, ആ രക്ഷാപ്രവൃത്തിക്ക് ഒരു പൂർണ്ണതയില്ല എന്ന് കാണുവാനായിട്ട് കഴിയും. അതേപോലെ മറ്റൊന്ന്, സകല മനുഷ്യരെയും രക്ഷിക്കുന്ന, അല്ല സകല മനുഷ്യരുടെയും രക്ഷയെ പൂർത്തീകരിക്കുന്ന ദൈവത്തിൻ്റെ കഴിവും ദൈവത്തിൻ്റെ ശക്തിയും ഈ രക്ഷാചിന്തയിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ ഈ രക്ഷാചിന്തയ്ക്കെതിരായുള്ള ചോദ്യങ്ങൾ. യെശയ്യാവ് 55:11 എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ എന്തിനയച്ചുവോ അതെൻ്റെ അടുക്കിലേക്ക് വെറുതെ മടങ്ങി വരാതെ അതെൻ്റെ ഇഷ്ടത്തെ നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കുകയും ചെയ്യുമെന്ന് ദൈവം പറയുന്നു. അങ്ങനെയെങ്കിൽ വചനം ജഡമായി തീർന്ന ക്രിസ്തുവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചിട്ട് ആ വിലയേറിയ ജീവനെ ക്രൂശിൽ ഏൽപ്പിച്ചിട്ട് സകല മാനവകുലവും രക്ഷ പ്രാപിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആ ഇഷ്ടത്തെ ദൈവം പൂർത്തീകരിക്കുകയില്ല എന്ന് എങ്ങനെ സ്ഥാപിക്കുവാനായിട്ട് കഴിയും? മറ്റൊരു ചോദ്യം, ഉൽപ്പത്തി 17:1 ഞാൻ സർവശക്തനായ ദൈവമാകുന്നുവെന്ന് ദൈവം പറയുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാവ് 59:1 രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കൈ കുറുകിയിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യാക്കോബ് 4:12 ദൈവം രക്ഷിപ്പാൻ ശക്തനെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എബ്രായർ 7:25 പൂർണ്ണമായും രക്ഷിപ്പാൻ ക്രിസ്തു മതിയായവനെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കഴിവും ദൈവത്തിൻ്റെ ശക്തിയും ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിലുള്ള ഈ രക്ഷാചിന്ത, ഈ രക്ഷാപഠനം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണോ?